2025 മെയ് 7 ആഗോള സഭയുടെ 267ാമത് പാപ്പയെ തിരഞ്ഞെടുക്കാനായി വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിന്റെ അടഞ്ഞ വാതിലുകളുടെ ഉള്ളിൽ നടക്കുന്ന കോൺക്ലേവ് അഥവാ പേപ്പൽ തെരഞ്ഞെടുപ്പിനായി കർദിനാൾമാർ സിസ്റ്റൈൻ ചാപ്പലിൽ പ്രവേശിക്കുന്ന ദിനം. സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്ന് കറുത്ത പുകയാണോ വെളുത്ത പുകയാണോ ഉയരുന്നതെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ദിനങ്ങൾ. പേപ്പൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന കോൺക്ലേവിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പല മാധ്യമങ്ങളിലും പുതിയ പാപ്പ ആര് എന്ന ചോദ്യങ്ങൾ ചർച്ചയാകുകയാണ്. ഇതിനുള്ള ഉത്തരങ്ങളും പ്രവചന സാധ്യതകളുമായി പല മാധ്യമങ്ങളും മുന്നോട്ട് വന്നിരിക്കുകയാണ്. കർദിനാൾ പീറ്റർ എർദോ, കർദിനാൾ പിയത്രോ പെരോളിൻ, കർദിനാൾ ടാഗ്ലെ, കർദിനാൾ റെയ്മണ്ട് ബുർക്ക്, കർദിനാൾ റോബർട്ട് സാറ, കർദിനാൾ മാത്യു സൂപ്പി എന്നിങ്ങനെ പല പേരുകളാണ് പുതിയ പാപ്പ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി പല മാധ്യമങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കർദിനാൾമാരെയെല്ലാം കൺസർവേറ്റീവ് ലിസ്റ്റ് എന്നും അല്ലെങ്കിൽ ലിബറൽ ലിസ്റ്റ് എന്നും രണ്ട് ലിസ്റ്റായി തരം തിരിക്കാനും ഉള്ള മാധ്യമ പ്രവണത നമ്മൾ കണ്ടുവരികയാണ്. എന്തൊക്കെയാണ് ഈ പ്രചരണങ്ങളിലെ വാസ്തവങ്ങൾ? ആരാകും പുതിയ പാപ്പ? ഏത് രീതിയിലാണ് ഈ കർദിനാൾമാരെ ലിബറൽ എന്നും കൺസർവേറ്റിസ്റ്റ് എന്നും മാധ്യമങ്ങൾ തരം തിരിച്ചിരിക്കുന്നത്? വരുന്ന കോൺക്ലേവിൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത്? സഭാ മക്കൾ എന്ന നിലയിൽ ഈ ദിനങ്ങളിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്ത്? ഈ വിഷയങ്ങളാണ് ഇന്നത്തെ നിലപാടിൽ ഷെക്കേന ന്യൂസ് ചർച്ച ചെയ്യുന്നത്. ഞാൻ റോസ്, എന്നോടൊപ്പമുള്ളത് ജോജി അരുൺ. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കർത്താവ് വിശുദ്ധ പത്രോസിനെ സഭയുടെ ഈ അജപാലന ധർമ്മം ഭരമേൽപ്പിച്ചുകൊണ്ട് സഭയുടെ ശിരസ്സായ ക്രിസ്തു അരുൾ ചെയ്ത വാക്കുകളാണ് ഇത്. അപ്പോൾ ഇന്നും ഈ 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും സഭയിൽ മാറി മാറി വന്ന മാർപ്പാപ്പമാരിലൂടെ ഈ ഇടയധർമ്മം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഭയെ തകർക്കാൻ അല്ലെങ്കിൽ സഭയുടെ ആ നേതൃത്വത്തെ തകർക്കാൻ, അതിലൂടെ ക്രൈസ്തവ സഭയെ ഇല്ലാതാക്കാനൊക്കെ ഒട്ടനേകം പേര് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മാറി മാറി വന്ന റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർ നീറോ, വലേരിയൻ, ഡയക്ലീഷ്യൻ, ഡേഷ്യൻ, അതുപോലെ കലിഗുല, ഈ ചക്രവർത്തിമാരും പിന്നീട് വന്ന പല ഇസ്ലാമിക കാലിഫേറ്റുകളും ഒക്കെ റോം കീഴടക്കാനും അതുപോലെ മാർപ്പാപ്പയുടെ അധികാരസ്ഥാനം ഇല്ലാതാക്കാനും ക്രൈസ്തവ സഭയെ പൂർണ്ണമായും തുടച്ചു മാറ്റാനും ഒക്കെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. റോമൻ സാമ്രാജ്യത്തിന്റെ സിംഹാസനം മണ്ണടിഞ്ഞപ്പോഴും ഇന്നും വിശുദ്ധ പത്രോസിന്റെ സിംഹാസനം, വിശുദ്ധ പത്രോസിനെ കുരിശിൽ തറച്ച് അവിടെ റോമിൽ കുരിശിൽ നാട്ടിയപ്പോൾ നീറോ ചക്രവർത്തി വിചാരിച്ചു അതോടെ ക്രൈസ്തവ സഭ ഇല്ലാതായെന്ന്. പക്ഷെ അവിടെ ആ നീറോ ചക്രവർത്തിയുടെ സിംഹാസനം ഇല്ലാതായപ്പോഴും മണ്ണടിഞ്ഞപ്പോഴും ഇന്നും വിശുദ്ധ പത്രോസിന്റെ സിംഹാസനം അവിടെ നിലനിൽക്കുകയാണ്. അപ്പൊ അതിൽ സഭയുടെ ഒരു സമ്പന്നത, സഭയുടെ ഒരു ശ്രേഷ്ഠത, അതെല്ലാം ഒരു കർത്താവ് നമുക്ക് നൽകിയ ഒരു വാഗ്ദാനം, യുഗാന്ത്യത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ആ ഒരു വാഗ്ദാനത്തിന്റെ പ്രതിഫലനമാണ്, അതിൻ്റെ ഒരു അടയാളമാണ്, ആ വാഗ്ദാനത്തിന്റെ നിറവേറലാണ് ഇന്നും നമ്മൾ സഭയിൽ കാണുന്നത്. ഈ മാർപ്പാപ്പ എന്ന പദവിയിലൂടെ ഇന്നും സഭയിൽ തുടരുന്നത് കർത്താവിൻ്റെ ഈ വാഗ്ദാനത്തിൻ്റെ ഒരു അടയാളമാണ്. അപ്പോൾ ആ സഭയുടെ ഒരു പേപ്പസി, ആ പേപ്പസിയുടെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു ചരിത്രം, അതൊന്ന് വിവരിക്കാമോ ജോജി? റോസേ, നമ്മൾ ഈ പാപ്പസി പലപ്പോഴും ഈ ലോകത്തിൻ്റെ കണ്ണിൽ പാപ്പസിയെക്കുറിച്ച് എന്താ പറയുക, അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക ഒരു മിസ്റ്ററിയാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം എന്താ വെച്ചാൽ ഒരു പോപ്പ് ഇപ്പം ഈ ലോകത്തിലെ നമ്മളൊരു ഈ ഡെമോഗ്രഫി എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഒരു സ്പിരിച്വലും അതുപോലെ എന്താ പറയുക സെക്കുലറും എല്ലാ തലങ്ങളിലും ലോകം കാണുമ്പോൾ നേതാവാണ് ശരിക്കും. എന്നാൽ ഇത്രയും വർഷമായിട്ട് ഇവിടെ ഈ റോസ് പറഞ്ഞ പോലെ യാതൊരു തകർച്ചയും ഇല്ലാതെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു രീതിയിലും മറ്റു രീതിയിലും ആർക്കും തകർക്കാൻ പറ്റാത്ത രീതിയിൽ അതങ്ങനെ തുടരുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവർത്തനമുണ്ട്. അത് പലപ്പോഴും ലോകത്തിനത് കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ സഭാവിശ്വാസികളെ നമുക്കതിനെക്കുറിച്ച് വളരെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ നോക്കുന്ന ആർക്കും വളരെ വ്യക്തമായി കാണാൻ സാധിക്കും ഇതിൻ്റെ പുറകിലുള്ള ഒരു ദൈവത്തിൻ്റെ കരം, പരിശുദ്ധാത്മാവിൻ്റെ കരം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ അവിടെ 18 മുതലുള്ള വാക്യങ്ങൾ എടുക്കുമ്പോൾ അവിടെ ഈശോ തന്നെ പറയുകയാണ്, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നരകവാടങ്ങൾ ഇതിനെതിരെ പ്രബലപ്പെടുകയില്ല, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്രോതത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്ന സ്രോതത്തിലും അഴിക്കപ്പെടും. അപ്പോൾ ഈ വാക്കുകളുടെ ഒരു വലിയ എന്താ പറയുക, ആ വാക്കുകൾ, ഈശോയുടെ വാക്കുകൾ, അതിൻ്റെ മേൽ വലിയ ശക്തിയുണ്ട്, അതിനെന്ത് ചെയ്യാൻ സാധിക്കും. ഈ വാക്കുകളുടെ ആ ഒരു ആത്മീയ ശക്തിയാണ് പിന്നീട് വന്ന സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ കാണുന്നത്. അപ്പോൾ അതാണ് പാപ്പസിയുടെ. അപ്പം നമ്മളിപ്പോൾ പത്രോസ് മുതൽ തുടങ്ങി വന്നാൽ കൃത്യമായിട്ട് ചരിത്രം പരിശോധിക്കുമ്പോൾ പത്രോസ് ആദ്യത്തെ പോപ്പെന്ന് പറയുമ്പോൾ പലർക്കും പല ഭിന്ന അഭിപ്രായങ്ങളുണ്ടാകാം. പക്ഷേ അന്ന് ഇന്നത്തെ പോപ്പും പത്രോസുമായിട്ട് നമുക്ക് ഒരിക്കലും എന്താ പറയുക, സെക്കുലർ ആംഗിളിൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അതങ്ങനെയാണ് അതിൻ്റെ പാപ്പസി, അതിൻ്റെ തുടക്കം. അത് പത്രോസാണ് ആദ്യത്തെ പോപ്പ്. പിന്നീട് വന്നെല്ലാം ചരിത്രം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാലാകാലങ്ങളിൽ പലപ്പോഴും പാപ്പസിയിൽ അല്ലെങ്കിൽ ഈ പാപ്പാമാരായിരുന്ന വ്യക്തികളിൽ മാനുഷികമായിട്ടുള്ള കുറവുകളുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻ്റെ ആ മേഖലയിലുള്ള ഒരുപാട് പരിമിതികളുണ്ടാകാം, പല രീതിയിലുള്ള അവസ്ഥകൾ. എന്നാൽ പോലും ഇന്നും സഭയെ കർത്താവ് നയിക്കുന്നു, പരിശുദ്ധാത്മാവ് നയിക്കുന്നു. വിശ്വാസപരമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ
പിന്നെ സഭയുടെ ടീച്ചിങ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറ്റുള്ള എല്ലാ ആ ഒരു ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം സഭയെ കർത്താവ് നയിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ ഈ പാപ്പസിയെ ബന്ധപ്പെട്ട് നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു പേപ്പൽ കോൺക്ലേവ് പേപ്പൽ ഇലക്ഷനായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ സാധാരണ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് സെക്യുലർ മീഡിയകൾ, ലോകമാധ്യമങ്ങൾ വളരെയേറെ ശ്രദ്ധ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഈ പണ്ടൊക്കെ കാത്തലിക് ചാനൽസ് മാത്രം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ആംഗിളിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും പിന്നെ കാർഡിനൽസിൻ്റെ പേരുകൾ, അവരുടെ ചരിത്രങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പഠനങ്ങൾ, അവർ ഏത് അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള തെറ്റും ശരിയുമായ കാര്യങ്ങൾ പറയാൻ പറ്റും. സെക്യുലർ മീഡിയ പലപ്പോഴും ഇവിടെ കൊടുക്കുമ്പോൾ തെറ്റും ശരിയുമായ കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ റൂസ് പറഞ്ഞ പോലെ ചിലരെ അവർ പുരോഗമനവാദികളെ അല്ലെങ്കിൽ പ്രോഗ്രസീവ് മോഡേണായിട്ട് പറയുന്നു, ചിലർ അവർ കൺസർവേറ്റീവ് എന്ന് പറയുന്നു, അവർ പാരമ്പര്യവാദികൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അവർ ഭയങ്കര ട്രഡീഷൻ ഫോളോ എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സഭയുടെ പ്രോഗ്രസീവ്, സഭയുടെ മോഡേൺ എന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴത്തെ കാലത്ത് സെക്യുലർ വേൾഡിൻ്റെ ഒരു പ്രശ്നം അനുസരിച്ച്, അവരുടെ ആശയം അനുസരിച്ച് തങ്ങളുടെ ചിന്താധാരകളെ മാറ്റുന്ന അല്ലെങ്കിൽ തങ്ങളുടെ പഠനങ്ങളെ മാറ്റുന്ന ആ ഒരു ആശയമല്ല ഒരിക്കലും ഉദ്ദേശിക്കുന്നത്. സഭയെ അത് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ ഫ്രാൻസിസ് പോപ്പിനെ കുറിച്ച് തന്നെ പറയുമ്പോഴും പലപ്പോഴും ഈ മീഡിയകൾക്കൊക്കെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാതെ പോയ ഒരു കാര്യം അതാണ് ശരിക്കും മോഡേൺ പ്രോഗ്രസീവ് എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ആ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇനി ഈ ട്രഡീഷണലിസം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താണ് ആവശ്യം ശരിക്കും? ഈ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്രാദേശിക വാദത്തിൽ കുടുങ്ങുന്നതല്ല, മറിച്ച് 2000 വർഷങ്ങളായിട്ട് മജിസ്റ്റീരിയം, ദ ഒഫീഷ്യൽ ടീച്ചിങ് അതോറിറ്റി ഓഫ് ദ ചർച്ച് തുടർന്ന് വന്ന സഭാ പഠനങ്ങളെ, സഭയുടെ വിശ്വാസ സത്യങ്ങളെ ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ക്രിസ്തുനാഥൻ പകർന്നു കൊടുത്ത ആ വിശ്വാസ സത്യങ്ങളെ മുറുകെ പിടിക്കുന്ന ആ ഒരു ആശയമാണ്, അല്ലെങ്കിൽ ആ ഒരു ശൈലിയാണ് ട്രഡീഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റിക്കൊണ്ട് നമുക്കൊരിക്കലും എന്താ പറയുക, ഒരു പുതിയ പോപ്പിനെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു കാലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെ നമ്മൾ എന്താ കാണുന്നത്? ഒരു വലിയ വെല്ലുവിളി കാണുന്നുണ്ട്. ആത്മീയമായി നോക്കുന്നവർക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പോരാട്ടം ഉണ്ടാകുന്നുണ്ട്. അത് കത്തോലിക്ക സഭയ്ക്കെതിരെ, കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങൾക്കെതിരെ, വിശ്വാസികൾക്കെതിരെ, സഭാ അധികാരികൾക്കെതിരെ വ്യക്തമായി പോരാട്ടം ഉണ്ടാകുന്നുണ്ട്. അതിന് നമ്മൾ മറ്റു വ്യക്തികളെ പറയുന്നില്ല, അത് തിന്മയും നന്മയും തമ്മിലുള്ള പോരാട്ടമാണ്. അത് ഈശോ പറഞ്ഞിട്ടുണ്ട്, സഭയുടെ ആരംഭം തന്നെ നരക കവാടങ്ങളിനെതിരെ പ്രബലപ്പെടുകയില്ല. അപ്പോൾ ഒരു കവാടം ഉണ്ടാകും, നരകത്തിന് ശക്തികളുണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ ആ പോരാട്ടം വളരെ എന്താ പറയുക, കുറേ കൂടെ ഈ ഒരു കാലഘട്ടത്തെ ലിയോ 13 മാർപ്പാപ്പയുടെ സ്വപ്നമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഈ കാലഘട്ടം നമ്മൾ അങ്ങനെ വിവേചിക്കുമ്പോൾ, സ്പിരിച്വലി വിവേചിക്കുമ്പോൾ പോരാട്ടം വളരെ സിവിയറായ ഒരു കാലഘട്ടം നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും പല ഇടങ്ങളിൽ നിന്നും. അത് ഉള്ളിൽ നിന്ന് വരെ സ്വാധീനിക്കാൻ വളരെ ശ്രമം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ നമുക്കൊരു ഈ ഒരു പേപ്പൽ എലക്ഷൻ, ഈ ഒരു പേപ്പൽ കോൺക്ലേവ് വളരെ 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 പ്രധാനപ്പെട്ടതാണ് ശരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യം ഒരു ഡീപ്പ് ഫെയ്ത്തുള്ള, അല്ലെങ്കിൽ സഭയുടെ പഠനങ്ങളെ മുറുകെ പിടിക്കുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ആശയങ്ങൾ അവരുടെ വാദഗതികൾ അനുസരിച്ച് അൺവേവറിങ് ആകാത്ത ഒരു യാതൊരു ചേഞ്ചുമില്ലാതെ നല്ല ശക്തമായി നിലകൊള്ളുന്ന, ശക്തമായി നങ്കൂരവിട്ട കപ്പൽ പോലെ നിലകൊള്ളുന്ന ആ രീതിയിലുള്ള ഈശോയെ സ്നേഹിക്കുന്ന, ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന, അതുപോലെ ജനങ്ങളെ സ്നേഹിക്കുന്ന ആ രീതിയിലുള്ള ഒരു പോപ്പിനെയാണ് നമുക്ക് ആവശ്യം ശരിക്കും. അതാണ് ലോകത്തിൻ്റെ ആവശ്യമായിരിക്കും. അതാണ് ലോകത്തിൻ്റെ നന്മയ്ക്കും അതാണ് ആവശ്യമായിരിക്കും. ലോകം നമുക്ക് കാണുന്നുണ്ട്, നമ്മുടെ ലോകരാജ്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ പണ്ടെങ്കിലും കാണാത്ത രീതിയിലുള്ള അസ്വസ്ഥതകളും പ്രശ്നങ്ങളും യുദ്ധങ്ങളും കലഹങ്ങളും എല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു അന്തിമ സ്വരമായി, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മനസ്സാക്ഷി നമ്മളിപ്പോൾ വിശേഷിപ്പിക്കാറുണ്ട്, ലോകത്തിൻ്റെ മനസ്സാക്ഷി നിലകൊള്ളുന്ന ആ രീതിയിലുള്ള ഒരു പോപ്പിനാണ് നമുക്കിപ്പോൾ ആവശ്യം. അപ്പം നമ്മൾ അതിനുവേണ്ടിയാണ് ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്. അപ്പം അതിനിടയ്ക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, ഈ സെക്യുലർ മീഡിയകളുടെ ഈ പല രീതിയിലുള്ള പ്രൊപ്പഗാൻഡയിൽ പെട്ട് നമ്മൾ പോകരുത്. നമുക്കറിയാം പലപ്പോഴും ഈ പേപ്പൽ പ്രോബബിൾ ലിസ്റ്റിലുള്ള പലരും അവരാരും പോപ്പുമാരായിട്ടില്ല. അതൊക്കെ സെക്യുലർ മീഡിയ അങ്ങനെ പലതും പറയും. കാരണം വെച്ചാൽ ഈ കർദിനാൾ ബർഗോളിയോ, ജോർജ് ബർഗോളി തിരഞ്ഞെടുക്കപ്പെട്ട അവസ്ഥ പറയും പോപ്പ് ഫ്രാൻസിസായി മാറി. ഒരു പ്രോബബിൾ ലിസ്റ്റിലൊന്നും ആ കർദിനാൾ ഇല്ലായിരുന്നു. അങ്ങനെ സംഭവം അങ്ങനെ പലരുടെയും കാര്യം, ജോൺ പോൾ സെക്കൻഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ജോൺ 22nd കാര്യത്തിലാണെങ്കിലും എല്ലാം അങ്ങനെയാണ്. പ്രോബബിൾ ലിസ്റ്റ് അല്ല, അത് ഉറപ്പായിട്ട് പറയാം. എങ്കിൽ പോലും ചിലപ്പോഴൊക്കെ വിശ്വാസ സമൂഹം അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ച് അങ്ങനെ, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പ്രഷർ ടാക്ടിക്സ് ആണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈവൻ ഇവരെ എല്ലാം മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് കർദിനാൾ റാറ്റ്സിംഗർ പിന്നീട് ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞതാണ്, ഈ പേപ്പൽ ഇലക്ഷനിൽ പരിശുദ്ധാത്മാവ് നേരിട്ട് ഇടപെടുന്നു എന്ന് പറയുമ്പോൾ കർദിനാൾമാരെ നയിക്കുന്ന ഗുരുവായി പരിശുദ്ധാത്മാവ് മാറുന്നു, മറിച്ച് പ്രവർത്തിയേണ്ടത് നമ്മളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം. അപ്പോൾ അവരുടെ വരെയും ചിന്താധാരകളൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കണം. വിശ്വാസികളുടെയും സഭയുടെയൊക്കെ ചിന്താധാരകളെ ചിലരിൽ അങ്ങോട്ട് അവർ വന്നാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ തുടരും, അതൊന്നും ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് ദൈവത്തിൻ്റെ പ്രവർത്തികളാണ് ഇതെല്ലാം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ. പരിശുദ്ധാത്മാവിന് ആരെ കൊണ്ട് വേണമെങ്കിലും പ്രവർത്തിക്കാം. അത് സഭയുടെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ വളരെ വ്യക്തം മനസ്സിലാക്കും, നമുക്ക് ആരെ കൊണ്ട് വേണമെങ്കിലും പരിശുദ്ധാത്മ പ്രവർത്തിക്കാൻ സാധിക്കും. കാരണം വെച്ചാൽ അത് തികച്ചും സൂപ്പർ നാച്ചുറലാണത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥകളുണ്ട്. അപ്പോൾ നമ്മളോട് മനസ്സിലാക്കാൻ മറ്റൊരു കാര്യം, അപ്പോൾ വിശ്വാസി സമൂഹം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ
സത്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ വിശ്വാസ സംബന്ധമായ സൈക്കോളജി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവായി, സോഷ്യോളജി എല്ലാം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകമായിട്ട് എല്ലാ സയൻസുകളും വളരെ ഇമ്പ്രൂവ് ആയിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ സഭയുടെ പഠനങ്ങളെ, സഭ തുടർന്ന് സേക്രഡ് ട്രഡീഷനെ, സഭയുടെ വിശ്വാസ സത്യങ്ങളെ, അല്ലെങ്കിൽ എറ്റേണൽ ട്രൂത്തിനെ, എന്താണ് പാപം എന്താണ് പുണ്യമെന്ന് വ്യക്തമായി പറയാനുള്ള ആ സഭയുടെ ആ ഒരു ഇൻഫോളിബിലിറ്റിയെ, സഭയുടെ ആ ഒരു മജിസ്റ്റീരിയത്തെ ഇവയൊക്കെ മുറുകെ പിടിക്കുന്ന, എന്നാൽ ഒപ്പം തന്നെ ആടുകളുടെ മണം അറിയാവുന്ന, ആടുകളെ അറിയാവുന്ന ആ രീതിയിലുള്ളൊരു പോപ്പിനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇതിനു വേണ്ടിയാണ് സഭാ മക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ജോജി, കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പയുടെ അമൃത സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം ചേർന്ന കർദിനാൾ യോഗത്തിലും ആരാണ് പാപ്പ എന്നതല്ലായിരുന്നു അവരുടെ ധ്യാന വിഷയം അല്ലെങ്കിൽ ചർച്ചാ വിഷയം. പുതിയ പാപ്പ അഭിമുഖീകരിക്കേണ്ട അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യേണ്ട സഭയിലുള്ള പ്രതിസന്ധികൾ, ആഗോള പ്രതിസന്ധികൾ, കാലിക വിഷയങ്ങൾ, ആഗോള സുവിശേഷവൽക്കരണം ഉൾപ്പെടെ സഭ ഇനി ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, അതായിരുന്നു ആ കർദിനാൾ യോഗത്തിൽ വിചിന്തനം ചെയ്യപ്പെട്ടത്. അത് ആരാകും പുതിയ പാപ്പ എന്നതിലുപരി ഈ കാര്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഒരു പാപ്പ, പുതിയ പാപ്പയ്ക്ക് വേണ്ട യോഗ്യതകൾ, അല്ലെങ്കിൽ അദ്ദേഹം നേരിടാനിരിക്കുന്ന, അദ്ദേഹം സോൾവ് ചെയ്യേണ്ട, അദ്ദേഹം നിവർത്തിയാക്കേണ്ട ചില ദൗത്യങ്ങൾ, അതൊക്കെയായിരുന്നു ഈ കർദിനാൾ യോഗത്തിലെ വിഷയങ്ങൾ എന്ന് പറയുന്നത്. അത് തന്നെയാണ്, ആ വിഷയങ്ങൾക്ക് വേണ്ടി തന്നെയാണ് സഭാ മക്കൾ ഈ നാളുകളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടതും പ്രാർത്ഥനയിൽ ഒരുമിക്കേണ്ടതും. ആരാകും പാപ്പ എന്ന ഒരു ചിന്തയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഈ ഒരു വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിയേണ്ട നാളുകളാണ്. റോസി, മാർപ്പാപ്പയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചൊല്ലുണ്ട്. അതായത് കോൺക്ലേവ് തീരുമാനിക്കും, പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കും, കർത്താവ് നമുക്ക് വേണ്ട ഇടയനെ നൽകും. ഇതാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചുള്ളൊരു മാനദണ്ഡം. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പേപ്പൽ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാരെ ചുറ്റിപ്പറ്റിയാണ്. അതുപോലെ തന്നെ ഈ കർദിനാൾമാർ മാത്രമല്ല, മാമോദിസ സ്വീകരിച്ച ഏത് പുരുഷന് പോലും മാർപ്പാപ്പയാകാനുള്ള സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ആംഗിളും അതുപോലെ തന്നെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു ആംഗിളും ഉണ്ട്. ഈ രണ്ട് മേഖലകളിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, ജെറമിയ 3:15, എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ അവർക്ക് നൽകും, അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും. അപ്പോൾ ഈ പേപ്പൽ കോൺക്ലേവിലും സംഭവിക്കേണ്ടത് ഇതാണ്, കർത്താവ് തിരഞ്ഞെടുത്ത ഇടയൻ വരണം. അപ്പോൾ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് റോസ് നേരത്തെ സൂചിപ്പിച്ചു, അതായത് ലിബറൽസും കൺസർവേറ്റീവ്സുമായിട്ടാണ് അവർ ഈ കർദിനാൾമാരെ തരംതിരിച്ചിരിക്കുന്നത്. ലിബറൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് മാധ്യമങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കർദിനാൾമാർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. അല്ലെങ്കിൽ അവരുടെ ചോയ്സാണ് ലിബറൽസ്. രണ്ട് കൺസർവേറ്റീവ്സ് ആണ്. ഈ കൺസർവേറ്റീവ്സ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത, സഭയുടെ പ്രബോധനങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തിനനുസരിച്ച് സഭയെ കൊണ്ടു നടക്കാൻ അറിയാത്ത വ്യക്തികൾ എന്നാണ് അവർ കൺസർവേറ്റീവ്സ് എന്ന വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പോപ്പ് ബെനഡിക്റ്റിനെ കുറിച്ച് മാധ്യമങ്ങളെല്ലാം പറയുക, അദ്ദേഹം ഒരു യാഥാസ്ഥികനാണ്, കൺസർവേറ്റീവ് ആണെന്ന് പറയും. എന്നാൽ പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് മാധ്യമങ്ങളിൽ ചിലർ പറയും അദ്ദേഹം ലിബറലാണെന്ന് പറയും. പക്ഷേ ഭൂരിഭാഗം മീഡിയകളും പറയുന്നത് അദ്ദേഹം ലിബറൽ അല്ല, അദ്ദേഹവും കൺസർവേറ്റീവ് ആണ്, പക്ഷേ നോൺ കൺവെൻഷണൽ കൺസർവേറ്റീവ് ആണ്. അതായത് സഭ പരമ്പരാഗതമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന ചില നിലപാടുകളിൽ നിന്നുള്ള വ്യതിചലനമാണ് അവർ പോപ്പ് ഫ്രാൻസിസിൽ കാണുന്നത്. അപ്പോൾ ബെനഡിക്ട് പാപ്പയാണെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പയാണെങ്കിലും മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കൺസർവേറ്റീവ് എന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മാധ്യമങ്ങൾ ലിബറൽസ് എന്ന പേരിൽ ലേബൽ ചെയ്തിട്ടിരിക്കുന്ന പേപ്പർ ബെയിലികളിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കർദിനാൾ റോസ് നേരത്തെ സൂചിപ്പിച്ച ടാഗ്ലെയാണ്. അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ ഒരു പാസ്റ്ററൽ പോപ്പാകാനുള്ള സാധ്യത മാധ്യമങ്ങൾ അദ്ദേഹത്തിൽ കാണുന്നു. അതുപോലെ തന്നെ പല വിഷയങ്ങളിലും ലിബറൽ കാഴ്ചപ്പാട് സൂക്ഷിക്കുന്ന ഒരു പേപ്പബിൾ കാൻഡിഡേറ്റ് ആയിട്ടാണ് കർദിനാൾ ടാഗ്ലെയെ മാധ്യമങ്ങൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം പോപ്പിൻ്റെ സഹോദരി, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സഹോദരി പോലും ഫ്രാൻസിസ് മാർപ്പാപ്പ ടാഗ്ലെയെക്കുറിച്ച് പറഞ്ഞൊരു വാക്ക് ഏറ്റുപറയുകയുണ്ടായി. അതായത് ഒരു മാർപ്പാപ്പയാകാൻ അല്ലെങ്കിൽ സഭയെ നയിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ടാഗ്ലെയെ ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും വിശേഷിപ്പിച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരി പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെയാണ് പേപ്പബിൾ കാൻഡിഡേറ്റായിട്ട് മാധ്യമങ്ങൾ ഒന്നാമതായിട്ട് നിലനിർത്തിയിരിക്കുന്നത്. രണ്ടാമത് പിയത്രോ പരോളിൻ, മാർപ്പാപ്പയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയും ഏറ്റവും വിശ്വസ്തനുമായ വ്യക്തി. അദ്ദേഹം ഭരണപരമായ കാര്യങ്ങളിൽ വളരെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പീറ്റർ എർദോ എന്നൊരു പേര് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഹംഗറിയിൽ നിന്നാണ് വരുന്നത്. ഹംഗറിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കൺസർവേറ്റീവ് രാജ്യം എന്ന് വേണമെങ്കിൽ ഹംഗറിയെ വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് ഹംഗറിയുടെ ഇപ്പോഴത്തെ നിലപാടുകളുള്ളത്. അവർ ക്രിസ്തുവിനെ രാജാവായിട്ട് പ്രഖ്യാപിച്ച രാജ്യമാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാമിക കുടിയേറ്റത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ പ്രധാനമന്ത്രി വിക്ടർ ഓർബനുമായിട്ട് അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് പീറ്റർ എർദോ എന്ന് മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ അവർ തരംതിരിച്ചിരിക്കുന്ന പാറ്റേൺ വ്യക്തമാണ്. അതായത് കൺസർവേറ്റീവ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾക്ക് തീർത്തും വിരുദ്ധനായ ഒരു വ്യക്തിയാണ് അവർ കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. അതായത് ലിബറൽ ആശയങ്ങൾക്കെതിരാണ്, ഗ്ലോബലിസ്റ്റ് അജണ്ടകൾക്കെതിരാണ്, അതുപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്തവരാണ് അവർ
കൺസർവേറ്റീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, ലിബറൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ താളത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ഒരു ലോകക്രമത്തിലേക്ക് സഭയെയും കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അവർ വിചാരിക്കുന്ന വ്യക്തികളാണ്. അവർ വിചാരിക്കുന്ന വ്യക്തികളെന്ന് കൃത്യമായിട്ട് പറയണം. അവർ വിചാരിക്കുന്ന വ്യക്തികളാണ് ലിബറൽ കാൻഡിഡേറ്റ്സ് ആയിട്ട് അവർ പരിഗണിക്കുന്നത്. ഇതേപോലെ തന്നെ മറ്റു ചില പേരുകളും കൺസർവേറ്റീവ് തലത്തിൽ നിന്ന് വന്നിരുന്നു. റോസ പേരുകൾ പറഞ്ഞു. കർദിനാൾ സാറ, കർദിനാൾ ബുർക്കെ പോലെയുള്ളവർ, ഇവരെല്ലാവരും ബെനഡിക്ട് പാപ്പയുടെ പെറ്റുകളായിരുന്നു. പക്ഷേ ഇവരെല്ലാവരും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് പല രീതിയിൽ ഒതുക്കപ്പെട്ടവരായിരുന്നു. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. അപ്പോൾ സഭയെ നയിക്കേണ്ടത്, ഈ കാലഘട്ടത്തിൽ സഭയെ നയിക്കേണ്ടത് ആരാണ്? ഏത് മാർപ്പാപ്പയായിരിക്കണം? അതിലേക്കാണ് നമ്മൾ വന്നത്. ഏത് ക്വാളിഫിക്കേഷനോട് കൂടിയുള്ള ഒരു മാർപ്പാപ്പയായിരിക്കണം സഭയ്ക്ക് ഇനി ലഭിക്കേണ്ടത്? അതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരായിരിക്കണം അടുത്ത മാർപ്പാപ്പ? അടുത്ത മാർപ്പാപ്പയുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം? അടുത്ത മാർപ്പാപ്പയുടെ വിഷൻ എങ്ങനെയായിരിക്കണം? അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കത് ഏറ്റവും ആദ്യത്തെ മാർപ്പാപ്പയിലേക്ക് തന്നെ നമ്മൾ പോകേണ്ടി വരും. പത്രോസിൻ്റെ പിൻഗാമിയെ അന്വേഷിക്കുമ്പോൾ നമ്മൾ പത്രോസിലേക്ക് തന്നെ നമ്മൾ നോക്കേണ്ടി വരും. പത്രോസ് പറഞ്ഞ വാചകം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഇത് സധൈര്യം വിളിച്ചു പറയാൻ സാധിക്കുന്ന ഒരു മാർപ്പാപ്പയാണ് ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ആവശ്യമായിട്ട് വരുന്നത്. യേശു ഏക കർത്താവാണ്, യേശു ഏക രക്ഷകനാണ്, യേശു ഏക ദൈവമാണ്, യേശു ഏക സത്യമാണ്, യേശു ഏക മാർഗമാണ്, യേശുവാണ് വഴിയും സത്യവും ജീവനും. ഇത് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന, തൻ്റെ ഇടമുള്ള, ധൈര്യത്തോടുകൂടി അത് പറയാൻ കഴിവുള്ള ഒരു മാർപ്പാപ്പ, ഈ ലോകത്തെ നോക്കാതെ പറയാൻ കഴിയുന്ന ഒരു മാർപ്പാപ്പയാണ് നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്ക് വേണ്ടത്. രണ്ടാമത്, പുതിയതായി വരുന്ന മാർപ്പാപ്പയുടെ നിലപാടുകൾ അത് ദൈവജനത്തെ അനുതാപത്തിലേക്ക് നയിക്കുന്നതായിരിക്കണം. ദൈവജനത്തെ ഒരിക്കലും അവരുടെ പാപത്തിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കരുത്. പക്ഷേ ഏത് പാപിയെല്ലാം ചേർത്ത് പിടിച്ചവനാണ് കർത്താവ് യേശു. ആ പാപികളെല്ലാം ചേർത്ത് പിടിച്ച് അവരെ അനുതാപത്തിലേക്ക് നയിക്കുക എന്ന ഒരു കടമ കൂടി അതും മാർപ്പാപ്പയുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. അപ്പോൾ ജനത്തിന് പാപബോധം നൽകി അവരെ അനുതാപത്തിലേക്കും ആഴമേറിയ പശ്ചാത്തലത്തിലേക്ക് നയിച്ച് അവരെ നിത്യതയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഒരു നല്ലൊരു ഇടയനെയായിരിക്കണം സഭയ്ക്ക് ലഭിക്കേണ്ടത്. മൂന്നാമതായിട്ട്, സത്യവിശ്വാസം കലർപ്പില്ലാതെ പ്രഘോഷിക്കാൻ കഴിയുന്ന ഒരു ഇടയനെയാണ് സഭയ്ക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത്. ഒരുപക്ഷെ മാനവികതയിലേക്കും മറ്റു വിഷയങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സത്യവിശ്വാസം പ്രഘോഷിക്കാൻ മറന്നു പോകരുത്. സത്യവിശ്വാസം പ്രഘോഷിക്കപ്പെടുകയും അതിൽ ചേർന്ന് നിൽക്കുന്നതായിരിക്കണം മാനവികതയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ. അതുപോലെ തന്നെയാണ് തിന്മയെ വിധിക്കുന്ന ഒരു വിഷയത്തിൽ. മനുഷ്യരാരും വിധിക്കാൻ ദൈവം നമുക്ക് അധികാരം തന്നിട്ടില്ല. വിധിയാളൻ ക്രിസ്തുവാണ്. പക്ഷേ നമുക്ക് തിന്മയെ വിധിക്കുവാൻ അല്ലെങ്കിൽ തിന്മ ചെയ്യുന്നവരെ തിരുത്തുവാനുള്ള ദൗത്യം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്യുന്നത് നീ അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ തിരുത്തുവാനുള്ള കടമ നമുക്കുണ്ട്. നന്മയെയും തിന്മയെയും വിവേചിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആ ടീച്ചിങ് നടന്നില്ലെങ്കിൽ എൻ്റെ ജനം അജ്ഞത മൂലം നശിക്കുന്നു എന്ന കർത്താവിൻ്റെ വചനം, ആ വചനത്തിന് ഉത്തരവാദികളായിട്ട് അത് ആരെയാണോ ആ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് അവർ അത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദികളായിട്ട് അവർ മാറുകയാണ്. ഇതുപോലെ തന്നെയാണ് പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയോടുകൂടി പറയുക എന്നുള്ളത്. അതായത് ഞാനിപ്പോൾ ജോജിയോട് ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ജോജിക്ക് മനസ്സിലാകണം. അതേ അർത്ഥത്തിൽ തന്നെയാണ് റോസിന് മനസ്സിലാകേണ്ടത്. രണ്ടുപേർക്കും രണ്ട് രീതിയിലാണ് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ രണ്ടുപേർക്കും ആ പറഞ്ഞതിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരിക്കലും പറയരുത്. പറയുന്നതിൽ കൃത്യത വേണം. പലപ്പോഴും യൂറോപ്യൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ പഠനമാണ് അവർക്ക് ആവശ്യമുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഇത് മനസ്സിലായാൽ തന്നെ അവിടെ അനേകർ യേശുവിലേക്ക് വരും എന്നാണ് എനിക്ക് മനസ്സിലായെടുത്തോളം. പല സുവിശേഷകരും നമ്മളോട് പറയാറുണ്ട്, അവർക്ക് ഞാൻ ചെയ്യുന്നത് പാപമാണോ ശരിയാണോ നന്മയാണോ എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അവർ പലപ്പോഴും തെറ്റായ വഴികളിലൂടെ അവർ സഞ്ചരിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള സഭയുടെ പ്രബോധനം കൃത്യമായ ഇടത്തു നിന്ന് അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ അവരിൽ മാനസാന്തരങ്ങളുണ്ടാകും. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട് ദൈവജനം എത്ര അധികമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയം കൂടിയാണെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് നല്ലതാണ്. അരുൺ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ സെക്കുലർ മാധ്യമങ്ങളൊക്കെ ഒരു നല്ല പാപ്പയെ അവർ കാണുന്നത് ഒരു നല്ല ലോക നേതാവ് എന്ന ഒരു ആംഗിളിൽ മാത്രമാണ്. ഒരു നയതന്ത്രപരമായും രാഷ്ട്രീയപരമായും മാനുഷികമായിട്ടുള്ള വിഷയങ്ങളിൽ ഉള്ള ഇടപെടൽ വെച്ച് മാത്രമാണ് ഇവരൊരു ലിബറൽ അല്ലെങ്കിൽ കൺസർവേറ്റീവ് എന്നൊരു സാധനം, അങ്ങനെ ഒരു സങ്കല്പമൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രമാണ്. പക്ഷേ സഭയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ സഭയുടെ നന്മ ലക്ഷ്യമാക്കുന്ന ഒരു നേതാവ്, ഒരു നേതൃത്വം എന്ന നിലയിൽ നോക്കുമ്പം ശരിക്കും അവിടെ ഊന്നൽ നൽകേണ്ടത് സഭയ്ക്ക് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമവുമായ ആ കൽപ്പന, ലോകം മുഴുവൻ പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ. അപ്പോൾ ആ സുവിശേഷവൽക്കരണത്തിന് ഊന്നൽ നൽകുക. അതുപോലെ വിശ്വാസ സംരക്ഷണം, വിശ്വാസത്യാഗം നമുക്കറിയാം എല്ലായിടങ്ങളിലും ലോകത്തിൻ്റെ അങ്ങിങ്ങോളം വിശ്വാസത്യാഗം വളരെ വലിയ രീതിയിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിശ്വാസത്തിന് സംഭവിക്കുന്ന ആ ശോഷണം, വിശ്വാസ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൗർബല്യങ്ങൾ, അത് സത്യവിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്ന തരത്തിലുള്ള പലയിടത്തും കണ്ടുവരുന്ന ആ ഒരു പ്രവണത, ഇതിനൊക്കെ എതിരെ ശക്തമായും ധീരമായും സ്വരം ഉയർത്തുന്നവരെയാണ് ഈ മാധ്യമങ്ങൾ കൺസർവേറ്റീവ് എന്ന് പറയുന്നത്. അവർ ശരിക്കും സഭയോടുള്ള അവരുടെ പ്രതിബദ്ധത
ഇടയന്മാരെന്ന നിലയിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന അവരുടെ ദൗത്യമാണ് അവർ നിർവഹിക്കുന്നത്. കർദിനാൾ സാറ, കർദിനാൾ ബുർക്ക് പോലെയുള്ളവർ വിശ്വാസം സംരക്ഷിച്ച, അല്ലെങ്കിൽ പലയിടത്തും സംഭവിക്കുന്ന വിശ്വാസ ത്യാഗത്തിനെതിരെ, വിശ്വാസത്തിൽ മായം ചേർക്കുന്നതിനെതിരെയൊക്കെ ഉറക്കെ ശബ്ദിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെതിരെ സ്വരമുയർത്തി അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുമ്പോൾ വൈദികർ എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയൊക്കെ കർദിനാൾ സാർ ഈ അടുത്ത് ഒരു നല്ല പ്രസ്താവനയൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ അതിനെയൊക്കെയാണ് ഈ സെക്യുലർ മീഡിയാസ് ഈ കൺസർവേറ്റീവ് എന്ന ഒരു രീതിയിലേക്ക് തള്ളിക്കളഞ്ഞ് അവർ പാരമ്പര്യവാദികളാണ്, ഇപ്പോഴത്തെ സമൂഹത്തെ മനസ്സിലാക്കുന്നവരല്ല എന്നൊക്കെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവിൻ്റെ വചനം അത് ഇന്നലെ എന്നും ഒന്ന് തന്നെയാണ്. അത് കർത്താവിൻ്റെ ലിഖിതമായ നിയമങ്ങളാണ് സഭയ്ക്ക് വേണ്ടിയുള്ളത്, ഈ പരിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. അതിൽ വള്ളിപുള്ളി മാറ്റാൻ ഒരാൾക്കും അധികാരമില്ല. അത് കർത്താവ് എന്നേക്ക് യുഗാന്ത്യത്തോളം സഭയ്ക്ക് നൽകിയിരിക്കുന്ന നിയമമാണ്. അപ്പോൾ അത് കീപ്പ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ അതിനുവേണ്ടി സ്വരം ഉയർത്തുന്നവരെ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞ് ഒരു വേറെ രീതിയിലേക്ക് തള്ളിക്കളയുന്ന പ്രവണതക്കെതിരെ സഭ കൃത്യം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇവിടെ ഈ പ്രോഗ്രസീവ് മോഡേൺ എന്നൊക്കെ പറഞ്ഞ ഒരു ലിബറൽ എന്നൊക്കെ ഒരു ഇങ്ങനെ ഈ ആധുനിക മാധ്യമങ്ങൾ അല്ലെങ്കിൽ മോഡേൺ ആയിട്ടുള്ള മാധ്യമങ്ങൾ പറയുമ്പോൾ അവർ പറഞ്ഞൊരു മെയിൻ പോയിന്റ് ഇതാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, അല്ലെങ്കിൽ സഭ ഈ ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭ കുറേയും കൂടെ ഒരു ലോകത്തിന് ഒരു അപ്പീലിംഗ് ആയിരിക്കണം, വേൾഡിന് അപ്പീലിംഗ് ആയിരിക്കണം. റോസ് ഇവിടെ മനസ്സിലാക്കണം, സഭയെക്കുറിച്ചുള്ള സഭയുടെ ഒരു സ്വഭാവം തന്നെ പാപികളെ ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ സഭയാണ്. അല്ലെങ്കിൽ സഭ ഒരിക്കലും ഒരു എലൈറ്റ് ഗ്രൂപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഭയങ്കര സമ്പന്നരുടെയോ അങ്ങനെയുള്ള ഒരിക്കലും കൂട്ടായ്മയല്ല. സഭയിൽ എല്ലാവരും ഉണ്ട്. സഭയിൽ വെള്ളക്കാരുണ്ട്, കറുത്തവരുണ്ട്, ബ്രൗൺസ് ഉണ്ട്, ഏഷ്യൻസ് ഉണ്ട്, ആഫ്രിക്കൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ സഭയിൽ എല്ലാ കാലം എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് സഭയിലേക്ക്. അപ്പം പിന്നെ എന്താണ് ഈ സെക്യുലർ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാകുന്നില്ല. അവർ എല്ലാവരും ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ ഉൾക്കൊള്ളും, അപ്പോൾ സഭ ഇവിടെ റോസ് പറഞ്ഞാൽ സഭയ്ക്ക് ഒരിക്കലും സഭയുടെ പഠനങ്ങളിൽ അല്ലെങ്കിൽ എന്നാ വചനത്തിൽ ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ട് സഭയായി ഒരിക്കലും നിൽക്കാൻ സാധിക്കുകയില്ല, അല്ലെങ്കിൽ അത് സഭയല്ലായി മാറിപ്പോകും. ഇപ്പോൾ നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവർത്തികൾ ഇതെല്ലാം വളരെ വ്യക്തതയോടുകൂടി ആയിരിക്കണം. അവിടെയാണ് പലപ്പോഴും എന്താ പറയുക, ഈ സെക്യുലർ മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലാകാതെ പോകുന്നത്. അപ്പോൾ സഭയ്ക്ക് സഭയുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ അവിടെ വരുമ്പോഴാണ് സഭയുടെ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസ സത്യങ്ങളെയും സഭയുടെ പഠനങ്ങളെയും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഈ സഭ കാലാകാലങ്ങളായിട്ട് വിശ്വസിച്ച് വന്ന സത്യങ്ങളെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മാറ്റി പറയുക, അല്ലെങ്കിൽ അതിൽ വെള്ളം ചേർക്കുക, അതിൽ കൺഫ്യൂഷൻ വരുത്തുക, അങ്ങനെ ഒരിക്കലും സഭയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ആംഗിൾ വെച്ച് നോക്കുമ്പോൾ സഭയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന, അല്ലെങ്കിൽ ലോകത്തിൽ ആയിരുന്നുകൊണ്ട് തന്നെ സഭയുടെ ആ ഒരു ഐഡൻറ്റിറ്റി നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ആംഗിളിൽ വരുന്ന ആ ചിന്താധാരയുള്ള കർദിനാൾമാർ ഇഷ്ടം പോലെ പേരുണ്ട് ശരിക്കും. എന്നാൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് സെക്യുലർ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരൊന്നും അവരുടെ പ്രോബൽ ലിസ്റ്റിലില്ല. പലപ്പോഴും ഈ പാപ്പായുടെ അല്ലെങ്കിൽ പാപ്പലിലെ ഇലക്ഷൻ പ്രോബൽ ലിസ്റ്റിൽ സെക്യുലർ മാസ്റ്റർ ബോധപൂർവമാണോ അല്ലോ എന്നറിയത്തില്ല, പക്ഷേ അവരൊന്നും അവരുടെ ലിസ്റ്റിൽ കാണുന്നില്ല ശരിക്കും. അപ്പം അങ്ങനെ അതൊക്കെ ശരിക്കും അതിനെക്കുറിച്ച് വിശ്വാസികൾ നല്ലൊരു തിരിച്ചറിവുള്ളവരായിരിക്കണം. നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ തിരിച്ചറിഞ്ഞോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ദൈവത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സംഭവിക്കും. സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഉചിതമായി പ്രവർത്തിക്കും. നമുക്ക് വിശ്വാസം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ കോൺക്ലേവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം നമ്മൾ പറയേണ്ട കാര്യമുള്ളൂ. പക്ഷേ നമ്മൾ ഈ ലോകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വീക്ഷിക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളും കൂടി നമ്മളിവിടെ ആഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ആരാണ്? നമ്മുടെ പല നിലപാടുകളിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതിൽ ഇല്ലുമിനാറ്റികൾക്ക് വലിയ പങ്കുണ്ട്. ഡീപ് സ്റ്റേറ്റ് ഈ ലോകത്തിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റോ ഈ ഇല്ലുമിനാറ്റിക്കോ ഒക്കെ സഭയെ സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം വരുന്നത്. അപ്പോൾ സഭയെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ ഒരു കാരണവശാലും സഭയുടെ നിയന്ത്രണം മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല. പക്ഷേ സഭയിലെ ചില വ്യക്തികളെ സ്വാധീനിക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു ഉത്തരം. കാരണം നമുക്ക് ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ കാലങ്ങൾ നോക്കുകയാണെങ്കിൽ, ഈ കമ്മ്യൂണിസം വളർന്നിരുന്ന ഒരു കാലത്ത്, സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസം പടർന്ന് പന്തലിച്ചിരുന്ന കാലത്ത്, അന്ന് സഭയെ തകർക്കുവാനായിട്ട് സോവിയറ്റ് യൂണിയനിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകൾ സഭയിൽ നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവർ സഭയുടെ പല തട്ടിലേക്കും കയറി അവർക്ക് വേണ്ടവരെ അവിടെ പ്രതിഷ്ഠിച്ച കാലങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീമേസൺ അവർ ശക്തി പ്രാപിച്ചിരുന്ന സമയത്ത് ഇന്നും അവർ ശക്തരാണ്. ഫ്രീമേസൺ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അതുമായിട്ട് ചായ്വുള്ളവരെ പലരെയും സഭയിലേക്ക് അവർ ഇഞ്ചക്ട് ചെയ്ത കാലഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സഭയിലൊരു കാലത്ത് ഈ സ്വവർഗ അനുഭവമുള്ളവരെ അവർക്ക് യഥേഷ്ടം സെമിനാരികളിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു യൂറോപ്യൻ സഭയിൽ. അന്ന് വൈദികരായിരുന്നവർ പിന്നീട് മെത്രാന്മാരായി, പിന്നീട് അവരിൽ ചിലരെങ്കിലുമൊക്കെ കർദിനാൾമാരായി എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ പിൽക്കാലത്ത് വന്നിരുന്നു. അവരിൽ പലരും ഈ കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും അവർ റിട്ടയർമെൻറ്റ് ഏജിലോ അല്ലെങ്കിൽ അവർ മരിച്ചു പോയവരൊക്കെയാണ്.
പക്ഷേ ഇങ്ങനെ ശ്രമങ്ങൾ സഭയിൽ നടന്നിട്ടുണ്ട്. ഡീപ്പ് സ്റ്റേറ്റ് എന്ന രീതിയിൽ തന്നെ ഡീപ്പ് ചർച്ച് എന്നൊരു സംവിധാനം, അതിനുള്ള ശ്രമങ്ങൾ കാലാകാലങ്ങളിൽ സഭയ്ക്കുള്ളിലേക്ക് അവർ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണം. എല്ലാവരും വിശുദ്ധന്മാരും എല്ലാവരും ഇപ്പോൾ പങ്കെടുക്കുന്ന എല്ലാ കർദിനാൾമാരും ഒരേ ചിന്താഗതിയും ഒരേ ആത്മാവിനാലും നയിക്കപ്പെടുന്നവരാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കോൺക്ലേവിലേക്ക് പോകുന്ന കർദിനാൾമാരെ അവർ പരിശുദ്ധാത്മാവാൽ ശക്തമായി നിറയപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചേ തീരൂ. അതല്ലെങ്കിൽ ചിലരുടെയൊക്കെ അജണ്ടകൾ നമുക്കറിയാം. സെയിൻറ്റ് ഗാലൻ മാഫിയ എന്ന പേരിൽ ഒരു കാലത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് സെയിൻറ്റ് ഗാലൻ മാഫിയ. അന്ന് ഡാനിയൽസ് എന്ന് പറയുന്ന ഒരു കർദിനാളിൻ്റെ നേതൃത്വത്തിലാണ് ആ ഗ്രൂപ്പ് അന്ന് ഫോം ചെയ്യപ്പെട്ടതും അവർക്ക് വേണ്ട രീതിയിലുള്ളൊരു മാർപ്പാപ്പയെ ലഭിക്കാൻ വേണ്ടിയിട്ട്, അതായത് അവരുടെ ചിന്താഗതികളോട് ചേർന്ന് പോകുന്ന ഒരു മാർപ്പാപ്പയെ ലഭിക്കാൻ വേണ്ടിയിട്ട് അവർ കരുനീക്കങ്ങൾ നടത്തിയതിൻ്റെ സൂചനകളെല്ലാം പിന്നീട് പുറത്തു വന്നിരുന്നു. അപ്പോൾ ലോകക്രമത്തിൽ സഭയുടെ പേപ്പസിയെ തുടച്ചു നീക്കാൻ, അല്ലെങ്കിൽ സഭയുടെ പേപ്പസിയെ ലോകത്തിൻ്റെതാക്കി മാറ്റാൻ, ലിബറൽ ആശയങ്ങൾക്കനുസൃതമായിട്ട് സഭയെ താഴ്ത്തിക്കെട്ടുവാനായിട്ടുള്ള ശ്രമങ്ങൾ ലോകവ്യാപകമായിട്ട് അത് ചില നിഗൂഢ പ്രസ്ഥാനങ്ങളുടെ അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ദൈവജനം ഉറപ്പായിട്ടും, നമ്മൾ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവാണ് ഇവരെ പ്രചോദിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവാണ് കർദിനാൾമാരെ പ്രചോദിപ്പിക്കുന്നത്. പക്ഷേ കർദിനാൾമാർ ആ പ്രചോദനങ്ങൾക്ക് സ്വീകരിക്കാൻ തുറവുള്ളവരായിരിക്കണം. പക്ഷേ ഇതിലെ ഏതെങ്കിലും കർദിനാൾമാർ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളോട് സഹകരിച്ചില്ലെങ്കിൽ ഇപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഇടയനെ നമുക്ക് ലഭിക്കാതെ വരാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പേപ്പൽ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന എല്ലാ കർദിനാൾമാരുടെ മേലും പരിശുദ്ധാത്മാവ് ശക്തിയായിട്ട് ആവസിക്കാൻ അവരുടേതായ താല്പര്യങ്ങളോ അവരുടേതായ ചിന്താഗതികളോ ഒന്നുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും മുട്ടുമടക്കി പ്രാർത്ഥിക്കേണ്ട 8 ദിനങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പയെ കോൺക്ലേവിനുള്ളിൽ പ്രവേശിക്കുന്നവൻ കർദിനാളായി മടങ്ങുന്നു എന്ന ചൊല്ല് സൂചിപ്പിക്കും പോലെ അടുത്ത പാപ്പ ആര് എന്ന കോൺക്ലേവ് ഫലങ്ങൾ തികച്ചും മനുഷ്യദൃഷ്ടിയിൽ പ്രവചനാതീതമാണ്. കോൺക്ലേവിൽ നടക്കുന്ന എല്ലാ പ്രക്രിയകളെയും നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ക്രിസ്തു ശിരസ്സായിട്ടുള്ള സഭയുടെ അടുത്ത തലവനെ തിരഞ്ഞെടുക്കുന്ന ആ പ്രക്രിയകളിൽ മുഴുവൻ പ്രകടമാകേണ്ടത് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണമായ നടത്തിപ്പാണ്. അതിനുവേണ്ടി സഭാമക്കൾ ഏക മനസ്സോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കേണ്ട സമയങ്ങളാണ് ഇനിയുള്ള ദിനങ്ങൾ. അടുത്ത പാപ്പ കൺസർവേറ്റിസ്റ്റ് ആണോ അതോ ലിബറൽ ആണോ എന്ന ചിന്താഗതികളിലേക്കും അങ്ങനെയുള്ള ഊഹാപോഹങ്ങളിലേക്കും പ്രവചനങ്ങളിലേക്കും കണ്ണോടിക്കാതെ, നമ്മുടെ ദൃഷ്ടി തിരിയാതെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ പ്രാർത്ഥനകളിലേക്ക് മാത്രം തിരിക്കാം. മാധ്യമ പ്രചരണങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും പിന്നാലെ പോകാതെ കർത്താവിന്റെ ഹൃദയത്തിനിണങ്ങിയ സഭാ ഇടയനെ ലഭിക്കുവാൻ കർത്താവിന്റെ മുന്നിൽ മുട്ടുകൾ മടക്കുക മാത്രമാണ് സഭാമക്കളുടെ ഉത്തരവാദിത്തം എന്ന നിലപാട് അറിയിക്കുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.